സെറ്റ് എക്സാം ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിലബസ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിലെ മൊഡ്യൂൾ 1 ചോസേഴ്സ് ഏജ്, അതിലുള്ള ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഈ ഒരു പോർഷനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ 14th century ഇംഗ്ലണ്ട്, ഏജ് ഓഫ് ചോസർ. ഈ ഒരു പീരീഡ് 3040 മുതൽ 4000 വരെയാണ്. ജെഫ്രി ചോസറിൻ്റെ കാലഘട്ടം തന്നെയാണ് ഈ ഏജ് ഓഫ് ചോസർ എന്നറിയപ്പെടുന്ന ഈ പീരീഡ്. ബിക്കോസ് ഹി വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ലിറ്റററി ഫിഗർ ഓഫ് ദാറ്റ് ടൈം. 14th century ഇംഗ്ലണ്ടിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് ദ പീരീഡ് ഓഫ് ട്രാൻസിഷൻ ആൻഡ് ടർബുലൻസ്. അതായത് ലോട്ട്സ് ഓഫ് ചേഞ്ചസ് ഒക്വേർഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ഇറ്റ് മീൻസ് ഷിഫ്റ്റ് ഫ്രം മിഡീവൽ ടു മോഡേൺ തിങ്സ്. ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റിലീജിയസ് കൺട്രോളിൽ നിന്നും ജനങ്ങൾ എ ന്യൂ വേ ഓഫ് തിങ്കിങ് ബിഗാൻ. ഇറ്റ് മീൻസ് ഹ്യൂമൻ സെൻറ്റേർഡ് തിങ്കിങ്ങിലേക്ക് അവിടെയുള്ള ജനങ്ങൾ മാറി. അതിന് മുന്നേയുള്ള മിഡീവൽ പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മോസ്റ്റ് ഐഡിയാസ് വെർ ഗോഡ് സെൻറ്റേർഡ് ഓർ തിയോസെൻട്രിക്. അത് നമുക്ക് ആ പീരീഡിലുള്ള ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ബട്ട് ഡ്യൂറിങ് ദ ചോസേഴ്സ് ടൈം അതിൽ നിന്നൊക്കെയുള്ള ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയും. അടുത്ത ഒരു ചേഞ്ച് എന്ന് പറയുന്നത് റൈസ് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജ് ആണ്. വി നോ ഇൻ ഏർലിയർ ടൈംസ് മോസ്റ്റ് ബുക്സ് വെർ റിട്ടൺ ഇൻ ലാറ്റിൻ ഓർ ഫ്രഞ്ച്. അത് ആർക്ക് മാത്രമേ അറിയുള്ളൂ? ഓൺലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആൻഡ് നോബിൾസ്, അല്ലേ? സാധാരണക്കാർക്ക് അല്ലെങ്കിൽ കോമൺ പീപ്പിൾ, അവർക്ക് ഈ ഒരു ലാറ്റിൻ, ഫ്രഞ്ച് ഈ ലാംഗ്വേജ് ഒന്നും അറിയില്ലായിരുന്നു. അവരുടെ സാധാരണക്കാരുടെ ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. ആ സമയത്താണ് ചോസർ ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങിയത്. അതോടുകൂടിയിട്ട് സാധാരണക്കാർക്കും കൂടെ ലിറ്ററേച്ചർ റീഡ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ കഴിഞ്ഞു. അടുത്ത ചേഞ്ചാണ് ഗ്രോത്ത് ഓഫ് ന്യൂ സോഷ്യൽ ക്ലാസ്സസ്. മീൻസ് ദ മിഡിൽ ക്ലാസ് ബിക്കെയിം മോർ പവർഫുൾ. അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് ലിറ്റററി ഡെവലപ്മെൻ്റ് ആണ്. ആ ഒരു ലിറ്ററേച്ചർ ജസ്റ്റ് റിലീജിയനിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഡെയിലി ലൈഫ്, ഹ്യൂമൻ ഇമോഷൻസ്, ബിഹേവിയർ, എക്സ്പീരിയൻസ് ഇതൊക്കെ ലിറ്ററേച്ചറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അതിനുള്ള മെയിൻ എക്സാമ്പിളാണ് ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ്. കാൻറ്റർബറി ടെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ആ ടൈമിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പീരീഡിനെ ഏജ് ഓഫ് ടർബുലൻസ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് സൊസൈറ്റിയിൽ ഒരുപാട് ക്രൈസിസ് ഉണ്ടായി, കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു പീരീഡായിരുന്നു ഏജ് ഓഫ് ചോസർ. അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സും ഉണ്ടായിരുന്നു. അതാണ് 100 Years' War, ബ്ലാക്ക് ഡെത്ത്, പെസൻസ് റിവോൾട്ട്. ഇവ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ 100 Years' War, 3037 to 4053. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു വാറായിരുന്നു ഇത്. 100 വർഷം നീണ്ടു നിന്നത് കൊണ്ടാണ് ഈ ഒരു വാറിന് 100 Years' War എന്ന് പേര് വന്നത്. എക്സാക്റ്റ് പറഞ്ഞാൽ 116 വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നില്ല. ഈ ടൈമിൽ ഇംഗ്ലണ്ടിലുള്ള കിങ് എഡ്വേർഡ് III ഫ്രാൻസിലുള്ള കിങ് ഫിലിപ്പ് VI ആയിരുന്നു. ഈ ഒരു വാർ ഇംഗ്ലണ്ടിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിക്കും സൊസൈറ്റിയിലുള്ള ഇൻസെക്യൂരിറ്റിക്കും ഒക്കെ കാരണമായി. അടുത്തതാണ് ബ്ലാക്ക് ഡെത്ത്. 3047 to 3051 വരെയാണ് ബ്ലാക്ക് ഡെത്ത് ഉണ്ടായത്. ഇതൊരു ബ്യൂബോണിക് പ്ലേഗ് ആണ്, കോസ്ഡ് ബൈ ബാക്ടീരിയ യെർസീനിയ പെസ്റ്റിസ്. അത് പഠിച്ചു വെക്കുക. ഇംഗ്ലണ്ടിൽ പ്ലേഗ് പടർന്നു പിടിച്ച ഒരു ടൈമായിരുന്നു 14th century എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലാക്ക് ഡെത്തിനെ ദ ഗ്രേറ്റ് മോർട്ടാലിറ്റി എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഇംഗ്ലണ്ടിലെ പോപ്പുലേഷൻ്റെ 30% to 50% ആൾക്കാരും ഈ ഒരു ബ്യൂബോണിക് പ്ലേഗ് മൂലം മരണപ്പെട്ടിരുന്നു. ഇനി ഇത് ഡിവൈൻ പ്ലേഗ് ഓർ ഡിവൈൻ പണിഷ്മെൻറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ബ്ലാക്ക് ഡെത്ത് ഡിവൈൻ പ്ലേഗ് ഓർ ഡിവൈൻ പണിഷ്മെൻറ്റ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ബിക്കോസ്
മെനി പീപ്പിൾ ബിലീവ്ഡ് ഇറ്റ് വാസ് സെൻഡ് ബൈ ഗോഡ്. മീൻസ് പീപ്പിൾ വിശ്വസിച്ചിരുന്നത് അവർ ചെയ്ത സിന്നിനുള്ള പണിഷ്മെൻ്റ് ആയിട്ട് ഗോഡ് സെൻഡ് ചെയ്തതാണ് ഈ ഒരു ഡിസീസിനെ എന്നാണ് അവിടെയുള്ള ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. ദ വേർഡ് പെസ്റ്റിലൻസ്, ബ്ലാക്ക് ഡെത്തിനെ സൂചിപ്പിക്കാൻ യൂസ് ചെയ്ത വേർഡാണ് പെസ്റ്റിലൻസ്. ചോസറിനെ പോലെയുള്ള റൈറ്റേഴ്സ് ഈ വേർഡാണ് യൂസ് ചെയ്തത്. അടുത്തത് പെസൻസ് റിവോൾട്ട്. 1381 പെസൻസ് റിവോൾട്ട് നടക്കുന്നത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് വാട്ട് ടൈലേഴ്സ് റെബലിയൻ. മീൻസ് വാട്ട് ടൈലറാണ് ഇതിൻ്റെ മെയിൻ ലീഡർ എന്ന് അറിയപ്പെടുന്നത്. ഇത് ഇംഗ്ലീഷ് ഹിസ്റ്ററിയിലുള്ള ഫസ്റ്റ് ഗ്രേറ്റ് റെബലിയൻ ആണ് എന്ന് കരുതപ്പെടുന്നു. റിച്ചാർഡ് സെക്കൻഡ് ആയിരുന്നു ആ ടൈമിലുള്ള കിങ്. ബ്ലാക്ക് ഡെത്തോടു കൂടെ ഇംഗ്ലണ്ടിലെ പോപ്പുലേഷൻ റെഡ്യൂസ് ആവുകയും അതോടെ ലേബർ ഷോർട്ടേജ് ഉണ്ടാവുകയും ചെയ്തു. വർക്കേഴ്സ് ഡിമാൻഡഡ് ഹയർ വേജസ്. ബട്ട് ഗവൺമെൻറ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബറേഴ്സ് എന്ന ലോ യൂസ് ചെയ്ത് വേജസ് കൺട്രോൾ ചെയ്തു. ഇത് പെസൻസിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി. അറ്റ് ദ സെയിം ടൈം 100 years വാർ കാരണം പോൾ ടാക്സ് ഓർ ഹെവി ടാക്സ് ഇമ്പോസ് ചെയ്തു. സോ പെസൻസ് ഫെൽറ്റ് ദ ഡിസേർവ് ബെറ്റർ ഫ്രീഡം ആൻഡ് റൈറ്റ്സ്. ഫൈനലി അവരുടെ അവകാശങ്ങൾ മീൻസ് പെസൻസിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ മുന്നിട്ടിറങ്ങി. ഇതാണ് പെസൻറ്റ് റിവോൾട്ട് എന്നറിയപ്പെടുന്നത്.